നമസ്കാരം. അർത്ഥപട്ടിണിയിലാണ് ഇന്നത്തെ പ്രസന്റേഷൻ എടുക്കുന്നത്. സേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ LPG ബുക്ക് ചെയ്തത്. ഇന്നിപ്പോൾ ശനിയായി, ഒരാഴ്ചയായിട്ടും LPG കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും റീസൺ ഉണ്ടല്ലോ. ഗൾഫ് യുദ്ധം കാരണം LPG ഇല്ല, പെട്രോളും ഇല്ല, എല്ലാ വരവും കുറഞ്ഞു, സാധനങ്ങൾക്കെല്ലാം വില ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. പണ്ടേ തോന്നിയിട്ടുണ്ട് ഈ എണ്ണയും ഓയിലും ക്രൂഡും ഒക്കെ നമുക്ക് നിഷിദ്ധമാണോ? മറ്റു പല രാജ്യങ്ങൾക്കും ഉള്ളപ്പോൾ നമുക്കിതൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്? ഇവിടെ ഇപ്പോൾ കൊല്ലം ഓഫ് ഷോറിൽ ഒരു ഡ്രഡ്ജിങ്ങും എക്സ്കവേഷനും പഠനവും ഒക്കെ നടക്കുകയാണ്. ഞാൻ ഇന്നലെയും ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിച്ചു, എന്തെങ്കിലും പോസിറ്റീവ് സിഗ്നൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനൊന്നും അറിയില്ല. പോസിറ്റീവ് സിഗ്നൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇതിന്റെ അടിയിൽ എണ്ണയുണ്ടെങ്കിലും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ വെറും 7ാം കൂലി. ആസ്തി എത്രയാണെന്നറിയാമോ? എന്റെ അല്ല, ഏകദേശം $3000 കോടി. എന്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം കോടി രൂപ. 2 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ശ്രീ അനിൽ അഗർവാൾ, അല്പം പ്രായം കൂടുതലാണ്. 1954 ജനനം. ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി 15ാം ക്ലാസ്സോടുകൂടി പഠിത്തം നിർത്തി. ഈ രംഗത്ത് നമ്മുടെ റിസോഴ്സ് അന്വേഷിച്ച് നടന്ന് അദ്ദേഹത്തിന്റെ ആസ്തി കൂടിയത് കണ്ടു. 3 ലക്ഷം കോടി രൂപ. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നാണ് അത് അവതരിപ്പിക്കാൻ എനിക്ക് പറ്റിയ സന്ദർഭം തോന്നുന്നു. Some countries, including those in West Asia, നമ്മുടെ പേർഷ്യൻ ഗൾഫ്, നമ്മളെ എല്ലാവരെയും ഇങ്ങോട്ട് സഹായിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ജോലി കൊടുത്ത് ഒന്നാം തരം ജീവിതമാർഗം കെട്ടിപ്പടുക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. Some countries, including those in West Asia, don't want India to develop its oil and gas sector. അനിൽ അഗർവാൾ പറയുകയാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് പലതും കുഴിച്ചെടുത്ത് പരിചയമുള്ള ആളാണ് അനിൽ അഗർവാൾ. വേദാന്ത റിസോഴ്സസ് കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ പല കമ്പനികൾ, ഏതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കമ്പനി? ബാൽക്കോ, ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത റിസോഴ്സസ്. അദ്ദേഹം ഇന്ത്യയിലുള്ള റിസോഴ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. സം കൺട്രീസ് ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ വെസ്റ്റ് ഏഷ്യ ഡോണ്ട് വാണ്ട് ഇന്ത്യ ടു ഡെവലപ്പ് ഇറ്റ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ. ഇവിടെ ഇതൊന്നും തൊടാൻ പാടില്ല. എന്താണ് കാരണം? They don't want us to become self-sufficient. നമ്മൾ സ്വയം പര്യാപ്തത നേടാൻ പാടില്ല. അതർവൈസ് വാട്ട് വിൽ ദേ ഡു വിത്ത് ദെയർ ഓയിൽ ആൻഡ് ഗ്യാസ്? നമ്മുടെ സെൽഫ് സഫിഷ്യന്റ് ആയാൽ പിന്നെ അവരുടെ എണ്ണ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? കൃത്യം ഇത് നമ്മൾ വല്ല കവലകളിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഇവിടെ അച്ചടിച്ചു വരത്തില്ല. അച്ചടിച്ചു വരാനുള്ള യോഗ്യത നമുക്കില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് അച്ചടിച്ചു വരും. പക്ഷെ അതിനപ്പുറം ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ളതും വ്യാളി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ എന്താണ് പറയുക, ചാരന്മാരുടെ വ്യാളിപ്പിടുത്തത്തിൽ നിന്ന് ഭരണകൂടം, ഏത് ഭരണകൂടമായാലും മോചനം ലഭിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ റിസോഴ്സ് മുഴുവൻ മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുന്നത്. ഞാൻ അർത്ഥപട്ടിണി. കാരണം LPG ഇല്ല. കുറെ നാളായിട്ട് LPG ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് ആണ്. LPG ഇല്ലെങ്കിൽ കുക്കിംഗ് ഇല്ല. ആ അവസ്ഥയിൽ അർത്ഥപട്ടിണിയോടെയാണ് സംസാരിക്കുന്നത്. ഇന്ത്യസ് ജിയോളജി ഈസ് എമംഗ് ദ ബെസ്റ്റ്. ലോകത്തുള്ളതിൽ വെച്ച് 1ാം തരം ജിയോളജിയാണ്. മണ്ണും മണ്ണിന്റെ അടിത്തട്ടിലുള്ളതുമൊക്കെ. ഇന്ത്യസ് ജിയോളജി ഈസ് എമംഗ് ദ ബെസ്റ്റ്. ബട്ട് ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 5 years ടു സ്റ്റാർട്ട് എ മൈൻ ആഫ്റ്റർ ഇറ്റ് ഗെറ്റ്സ് ഓപ്ഷൻ. ആർക്കെങ്കിലും ഇനി അഥവാ ലേലം ചെയ്ത് കൊടുത്താലും 5 വർഷം എടുക്കും ഏറ്റവും കുറഞ്ഞത് ഇത് ഡ്രില്ലിംഗ് തുടങ്ങാൻ വേണ്ടി. നമ്മുടെ അറിവിൽ അങ്ങനെ കാര്യമായ ഡ്രില്ലിംഗ് പ്രവർത്തനമൊന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം അതൊന്നും ചെയ്യരുതെന്നാണ് ആഗോള അജണ്ട. നമ്മുടെ IAS കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ്? വേൾഡ് ബാങ്ക്, IMF, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ മുതലാളിമാരാണ് നമ്മുടെ IAS കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അവരോടും പറയുന്നത് എന്താണ്? അയ്യോ, നിങ്ങളുടെ സിംഹവാലൻ കുരങ്ങ്, നിങ്ങളുടെ ഒലിവ് റിഡ്ലി ഒന്നിനെയും തൊടാൻ പാടില്ല. ബാക്കി സായിപ്പിനും മദാമയ്ക്കും അല്ല, ഇതെല്ലാം അവരുടെ നാടുകളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇന്ത്യയിൽ ഇതൊന്നും തൊടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെ അർത്ഥപട്ടിണിക്കിടുന്ന ഇന്നത്തെ അന്തരീക്ഷം. ശ്രീ അനിൽ അഗർവാൾ പറയുന്നത് ഭാവനയിൽ നിന്നല്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. സ്റ്റേറ്റ് റൺ ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ
സെക്ടേഴ്സ് സച്ച് ആസ് ഓയിൽ ആൻഡ് ഗ്യാസ്, ഗോൾഡ്, കോപ്പർ. ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. കപ്പലുകളെ വെടികൊള്ളുന്നതും കപ്പലിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ വല്ല ആവശ്യമുണ്ടോ? 7500 കിലോമീറ്റർ കടലുണ്ട്. നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം. പക്ഷേ മാനിഷാദ, കൊല്ലരുത്, തൊടാൻ പാടില്ല. നോട്ട് ഈവൻ 5% ഓഫ് ദീസ് മൈൻസ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ എക്സ്പ്ലോർഡ്. നമ്മുടെ നാട്ടിലുള്ള മൈനുകളിൽ 5% പോലും ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വി ഹാവ് സഫീഷ്യന്റ് ഗോൾഡ്, കോപ്പർ, ബോക്സൈറ്റ്, ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് എന്താണ്? കൽക്കരിയും ക്രൂഡ് ഓയിലും പെട്രോളും ഡീസലും മണ്ണെണ്ണയും എല്ലാം നമുക്ക് ആവശ്യത്തിനുണ്ട്. വി ഹാവ് സഫീഷ്യന്റ് ഗോൾഡ്, കോപ്പർ, ബോക്സൈറ്റ്, ഹൈഡ്രോകാർബൺ ആൻഡ് യുറേനിയം. നമ്മളിപ്പോൾ യുറേനിയം അന്വേഷിച്ച കാനഡയിൽ പോയിരിക്കുകയാണ്. ഇതെല്ലാം കാലിന്റെ ചോട്ടിലുണ്ടായാലും തൊടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ചാരവ്യാളി പ്രവർത്തനത്തിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും. Either we remain poor by buying oil from West. തുടർന്ന് നമുക്ക് നമ്മുടെ പേർഷ്യൻ സഹോദരന്മാരിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കാം. Either we remain poor by buying oil from West Asia for hundreds of years or produce our own. ഒന്നുകിൽ നമ്മൾ നമ്മുടെ സ്വയം ഉൽപ്പാദിപ്പിക്കുക, ഇല്ലെങ്കിൽ അടുത്ത 100 വർഷം നമ്മുടെ പേർഷ്യൻ സഹോദരന്മാരിൽ നിന്ന് വാങ്ങി നമ്മുടെ ജനതയെ അടിമയാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. വി ഇമ്പോർട്ട് ₹20 ബില്യൺ വർത്ത് ഓഫ് കോൾ. 20 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 കോടി. വി ഇമ്പോർട്ട് ₹20 ബില്യൺ വർത്ത് ഓഫ് കോൾ. വി ആർ പ്രൊവൈഡിംഗ് ജോബ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. 2000 കോടി രൂപയുടെ കോൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലെ തൊഴിൽ സൃഷ്ടിക്കുന്നു. ഫോറിൻ കൺട്രീസ് ബട്ട് നോട്ട് എക്സ്പ്ലോറിംഗ് കോൾ ഹിയർ ഇൻ ഇന്ത്യ. അതേസമയത്ത് നമ്മുടെ നാട്ടിലുള്ള കോൾ നമ്മൾ എടുക്കാനുള്ള പരിശ്രമം നടത്തുന്നില്ല. ഇതെല്ലാം പറയുന്നത് അനിൽ അഗർവാൾ നിസ്സാരക്കാരനല്ല. 2 ലക്ഷം കോടി രൂപയുടെ ആസ്തി കൈമുതലായുള്ള പ്രായം കൊണ്ടും നമിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളുടെ മുൻനിരയിൽ നിൽക്കുന്ന ശ്രീ അനിൽ അഗർവാൾ, വേദാന്ത ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ. 15-ാം വയസ്സിൽ വിദ്യാഭ്യാസം നിർത്തിയ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അല്പം വിദ്യാഭ്യാസം കിട്ടിയ ഇന്ത്യയിലെ മറ്റു പൗരന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ? പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഒരു മാർക്കറ്റായിട്ട് നിലനിർത്തി കൊടുക്കുക എന്നുള്ളതാണ് ആഗോള അജണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ തുറമുഖം പോലും തൊടാൻ സമ്മതിക്കാതിരുന്നത്. ഇവിടെ ഒരു ഉൽപാദനവും നടക്കാൻ പാടില്ല, ഇവിടെ ഒരു വാല്യൂ അഡീഷനും നടക്കാൻ പാടില്ല. ഒന്നാം തരം മാർക്കറ്റായിട്ട് സായിപ്പും മദാമയും ഒക്കെ ഉണ്ടാക്കുന്നത് വാങ്ങി ഭക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അജണ്ടയായിരിക്കേണ്ടതെന്നാണ് ലോകം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഭരിച്ച് പൊലിപ്പിച്ചുകൊണ്ടിരുന്നവരും ഇരിക്കുന്നവരും ആ അജണ്ടയിൽ നിന്ന് മാറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രീ അനിൽ അഗർവാൾ വളരെ ഉറക്കെ വിളിച്ചു പറയുന്നത്.